ചെറിയൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് കഴിയാറായില്ലേ? അപ്പോൾ ഒരു 3 പേര് ഫോട്ടോ ഞാൻ തരാം. അതിൽ ബിഗ് ബോസിൽ ഈ 3 പേര് ഫോട്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ വിന്നറാവാൻ ചാൻസ് ഉള്ള 3 പേരുടെ ഫോട്ടോസാണ്. അപ്പോൾ ഇതിൽ ബ്രോക്ക് ഇതിൽ വിന്നർ ആവണ്ടെന്ന് തോന്നുന്ന 2 പേര് ഫോട്ടോ കീറി കളഞ്ഞിട്ട് ആ ബാക്കി വരുന്ന ഒരാളുടെ ഫോട്ടോ കാണിക്കണം. എന്നിട്ട് അയാളെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്നും പറയണം. ഇതാണ് 3 പേരുടെ ഫോട്ടോസ്. അനുമോള് ഷാനവാസ് സോറി എന്തുകൊണ്ടാണ് അനുമോളെ സെലക്ട് ചെയ്തത്? അനുമോളെ സെലക്ട് ചെയ്യാമെന്ന് വെച്ചാൽ അനുമോള് സൂപ്പർ. എന്താണ് അനുമോൾക്ക് കുഴപ്പം? എല്ലാവരും അനുമോളെ കുറ്റം ഇതൊക്കെ പറയുന്നുണ്ട്. എപ്പോൾ എവിടെ ചെന്നാലും അനുമോളെ പറ്റിയാണ് കുറിച്ച്. അനുമോള് ജയിക്കുക, അനുമോള് കപ്പടിക്കണം, അനുമോളെ ചോദിക്കേണ്ട. എല്ലാവരും അവിടെ ചെന്നാൽ ഇങ്ങനെ അനുമോളെ പറ്റി വെക്കണം. അനുമോൾക്ക് എന്താ കുഴപ്പം? അനുമോള് സൂപ്പർ. അനുമോള് എന്താ നല്ലോണം ഗെയിം കളിക്കുന്നുണ്ട്. പിന്നെന്താ അവിടെ അത് നെഗറ്റീവ് ഇല്ലാത്ത സ്പോർട്സ് നെഗറ്റീവ് ഇല്ലാത്ത അനുമോൾക്കാണ്. വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അനുമോൾക്ക് എല്ലാവരും പറയും ഇച്ചിരി ഇത് ജാട കൂട്ടാണ്. പക്ഷേ എന്തെങ്കിലും പറയുമ്പോൾ ഇച്ചിരി കരച്ചിലും എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും അങ്ങനത്തെ ഇപ്പോൾ ഒരു പ്രശ്നം മാത്രമേ അനുമോൾക്കുള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നല്ലോണം ഗെയിം കളിക്കും. ഇപ്പോൾ സ്റ്റാർ സിംഗേഴ്സിലായാലും ഏത് ഷോയിലാണെങ്കിലും അനുമോൾ നല്ലോണം ഗെയിം കളിക്കും. ഇപ്പോൾ ബിഗ് ബോസിന് മാത്രമല്ല, അത് ബിഗ് ബോസ് വന്നേക്കും അനുമോൾ വേറെ എല്ലാവരും ഗെയിം കളിച്ചിട്ടുണ്ടല്ലോ അല്ലേ? സ്റ്റാർ മാജിക്ക് നല്ലോണം അനുമോൾ ഗെയിം കളിച്ചിട്ടുണ്ട്. ബിഗ് ബോസിൽ മാത്രമല്ല അനുമോൾ ഗെയിം കളിച്ചേക്കണേ. അപ്പോൾ അനുമോള് ജയിക്കാൻ പറഞ്ഞ കാരണമേ ഞാൻ കണ്ടതിൽ വെച്ചാൽ അനുമോൾ നല്ലോണം ഗെയിം കളിക്കുന്നുണ്ട്. അല്ലേ? വേറെ ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്താ ഈ ജിഷിനും അനീഷും അനുമോളായിട്ട് ഇങ്ങനെ ഇഷ്ടം പറയുന്ന കുറേ സ്റ്റോക്കുകളൊക്കെ വന്നായിരുന്നു. ഈ ഇഷ്ടം പറയണം ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതങ്ങനെ പറഞ്ഞാൽ അതൊക്കെ എല്ലാവരും വെറുതെ എന്താ ഒരിതാക്കി എടുക്കാനാണ്. അതൊക്കെ ഒരു നെഗറ്റീവായിട്ട് എടുക്കും. പെണ്ണിനോട് ഒരാണ് ഇഷ്ടമെന്ന് പറയും. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ആ പെണ്ണെ കണ്ട പാർക്ക് തോന്നിയാലും അതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ അനുമോൾക്ക് വേറെ നെഗറ്റീവ് ഒന്നുമില്ല. അനുമോള് കപ്പടിക്കും. ഫൈനലായാലും അനുമോള് കപ്പടിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കപ്പടിക്കട്ടെ, അനുമോള് ജയിക്കണം. നമുക്ക് അതാണ് നമ്മളൊരു പ്രതീക്ഷ. ഹായ് ബ്രോ. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ ഗ്രാൻഡ് ഫിനാലൊക്കെ ആവാറായി. അപ്പോൾ ഞാനൊരു 3 പേര് ഫോട്ടോസ് തരാം. അതായത് നമ്മുടെ ബിഗ് ബോസിൽ കപ്പടിക്കാൻ ചാൻസ് ഏറ്റവും കൂടുതലുള്ള ഒരു 3 പേര് ഫോട്ടോസ് തരാം. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് എന്താ പറയുക കപ്പടിക്കണം താല്പര്യമുള്ള ഒരാളുടെ ഫോട്ടോ വെച്ച് ബാക്കിയുള്ള 2 ഫോട്ടോ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കിയിട്ട് ആ ഇഷ്ടപ്പെട്ട ഒരാളെ ഫോട്ടോ എടുത്ത് വെക്കാൻ പറ്റുമോ? കാണിച്ചു തരാൻ പറ്റുമോ? ഇതാ 3 പേര് ഫോട്ടോസ്. തോന്നി ഇവർ രണ്ടുപേരാണ്. അപ്പോൾ അതിൽ എന്താ പറയുക കപ്പടിക്കാൻ താല്പര്യമുള്ള ഒരാളെ വെച്ചിട്ട് ബാക്കിയുള്ളവരെ ഫോട്ടോ മാറ്റി കളയുക. ഷാനവാസ്. ചിലപ്പോൾ ഷാനവാസ് അനീഷ അടിക്കാം. എന്നാൽ കൂടുതൽ ചാൻസ് അനീഷ. എന്താ അനീഷിനെ എടുക്കാനൊരു കാരണം? ആളൊരു കോമണറാണ്, നല്ലൊരു പ്ലെയറാണ്. ആളെല്ലാം കൊണ്ടും അർഹനാണ്. ബിഗ് ബോസ് വിന്നിങ്ങിൻ്റെ അർഹനാണ്. അപ്പോൾ നമ്മുടെ ഈ ബിഗ് ബോസിലുണ്ടല്ലോ അപ്പോൾ ഒരു ഡൗട്ട് ട്രാക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഇതിനൊരു കാരണമായിട്ട് എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ പുള്ളീനെ എന്താ പറയുക അനുമോള് നൈസായിട്ട് ഒഴിവാക്കി വിട്ടത് ഒക്കെ എല്ലാവരും ഗെയിമിൻ്റെ ഭാഗമായിട്ട് കാണാം. ഓക്കെ ബ്രോ. അപ്പോൾ ചേച്ചി നമ്മുടെ ബിഗ് ബോസിൽ വിന്നറാവാൻ ചാൻസ് ഉള്ള ഒരു 3 പേരുടെ ഫോട്ടോയാണ് ഇപ്പോൾ ചേച്ചീൻ്റെ കയ്യിൽ തന്നിട്ടുള്ളത് ഞങ്ങൾ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വിന്നർ ആവരുതെന്ന് താല്പര്യമില്ലാത്ത 2 പേരുണ്ടാവുമല്ലോ, അവരുടെ ഫോട്ടോസ് ഒന്ന് ജസ്റ്റ് കീറിയിട്ട് ബാക്കിയുള്ള ഒരു ഫോട്ടോ ഒന്ന് കാണിക്കാമോ? അപ്പോൾ അനീഷിനെയാണ് ബിഗ് ബോസിൽ കൂടുതൽ ഇഷ്ടം. അപ്പോൾ എന്തുകൊണ്ടാണ് അനീഷിനെ സെലക്ട് ചെയ്യാൻ കാരണം ഉണ്ടാവുക പറയാൻ പറ്റുക?